ഇൻഡസ്ട്രിയുടെ തലയിപ്പത്തില്ല ചിരിച്ചല്ലോ എന്താ ഉടായ്പ. അത് ചന്ദ്രനിക്ക് തിരിച്ചു വന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ജീവിതം മൊത്തം അവിടെ കേട്ട് 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 തീർന്നോളും. എന്റെ എല്ലാത്തിനും പുറകെ മനുഷ്യരുടെ ഒരു കൈയുണ്ട്. ഇവൻ എന്റെ ശരണ്യ കുറച്ച് ഭയങ്കര ലൈവായി, കുറച്ചും കൂടി ആക്റ്റീവായി. ഇപ്പൊ എല്ലായിടത്തും നോക്കുമ്പോൾ ശരണ്യ മാത്രമേ കാണുന്നുള്ളൂ. ഇത് തന്നെയാണ് എന്റെ പിന്നെ ഒരു ഇവിടെ എന്തെങ്കിലും ഒരു ക്ലിപ്പിംഗ് ഓഫ് ചെയ്യും, ഓൺ ചെയ്യും, എല്ലാരും മനുഷ്യരെ കാണും. എനിക്കിഷ്ടം മനുഷ്യരെ എന്റെ ഹൃദയത്തിൽ മാത്രമല്ല. ഇതാണ് സംഭവം, ഇതാണ് ഞാൻ എടുത്തത്. അത് റബ്ബർ എടുത്ത് നമ്മുടെ മനസ്സിൽ റബ്ബർ എടുത്ത് സങ്കല്പിച്ച് ഓവറായിട്ട് ഒരു എക്സ്പോസിങ് സംഭവങ്ങൾ ചാനൽ അലൗ ചെയ്യാറുമില്ല. പാട്ടതും നൈറ്റ് സമയത്തായിരിക്കും. നൈറ്റ് ഒരു 1, 2, 3 മണിയൊക്കെ ആയിരിക്കണം. ആ സമയമൊക്കെയാണ്. എനിക്ക് ചില പ്രാർത്ഥനകളുണ്ട്, അതൊക്കെ വെച്ചിട്ട് ഞാൻ കരയും ചെയ്യാൻ. അതിൽ ആ സ്ക്രിപ്റ്റിൽ വരുന്ന പോലെ തന്നെ ഞാൻ അഭിനയിക്കുന്നു മാത്രമേ ഉള്ളൂ. എനിക്ക് വല്ല താല്പര്യം. വെൽക്കം ടു ഇന്ത്യ ഗ്ലിറ്റ്സ് മലയാളം. അപ്പൊ എന്റെ കൂടെ ഇന്നുള്ള ഗസ്റ്റ് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ്. ഒരു ആക്ട്രസ് ആണ്, ഒരു മോഡലാണ്, ഒരു ഡാൻസർ ആണ്. മാത്രമല്ല ഈ വ്യക്തി ചെയ്യുന്ന ഒരു കഥാപാത്രത്തിന്റെ പേര് പറഞ്ഞാൽ ലോകമെമ്പാടുമുള്ള മലയാളികൾ തിരിച്ചറിയുകയും ചെയ്യുന്നു. അപ്പൊ ഒത്തിരി സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ശരണ്യ ആനന്ദ്. എന്താണ് വിശേഷം? വിശേഷമൊക്കെ എന്ന് പറഞ്ഞാല് ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാലോ, ലോക്ക്ഡൌണും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് ആക്റ്റീവായി തുടങ്ങിയിരിക്കുകയാണ്. സോ വിശേഷങ്ങൾ ഇങ്ങനെ സന്തോഷത്തിലാണ്. അതുപോലെ വീണ്ടും പുറത്തിറങ്ങാൻ പറ്റുന്നുണ്ട് വിത്ത് ഓൾ ദി സേഫ്റ്റീസ്. ബട്ട് നമ്മൾ വീണ്ടും ബാക്ക് ടു ലൈഫ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്തോഷം. അതാണ് ഇപ്പൊ നടക്കുന്നത്. ഞാൻ ശരണ്യ ആനന്ദിന് എൻജോയ് ആണ് എടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോ ഞാൻ ഒന്നാമത് എന്റെ വീട്ടിൽ എന്റെ അമ്മൂമ്മ സ്ഥിരമായിട്ട് കുടുംബവിളക്ക് കാണുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ ഇഷ്ടംപോലെ കാണുന്ന അമ്മൂമ്മ കാണുന്നതുകൊണ്ട് തന്നെ ഇത് കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഇന്റർവ്യൂലൊക്കെ എടുത്ത് യൂട്യൂബിലൊക്കെ ഇന്റർവ്യൂ ഒക്കെ നോക്കുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോ ദൈവം ഒരു പാവം പിടിച്ച കൊച്ച്, സംസാരമൊക്കെ അത്രയും ഒരു പാവം, പക്ഷെ അഭിനയിക്കുന്ന കണ്ടാലോ വില്ലത്തിയുടെ വില്ലത്തി. അപ്പൊ എനിക്ക് മനസ്സിലായി അഭിനയത്തിൽ അപ്പൊ 100 മാർക്ക് കൊടുക്കണം. കാരണം അത്രയും ആ ക്യാരക്ടറോട് അത്രയും നീതി പുലർത്തുന്നതുകൊണ്ടാണല്ലോ ആളുകൾക്ക് ഇത്ര ഉറപ്പ് നോക്കുന്നത്. ഇത് എന്റെ ലൈഫിൽ പലയിടത്തും ഇപ്പം ഏതൊരു ഒക്കേഷൻ പോയാലും അല്ലെങ്കിൽ ട്രാവലിൽ ഇടയ്ക്ക് എവിടെയെങ്കിലും പോയാലും സ്വന്തം നാട്ടിൽ പോയാലും സ്വന്തം വീട്ടിൽ പോയാലും എവിടെ പോയാലും വേദികനെ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ അവർ വിചാരിക്കുന്നത് ഭയങ്കര റൂഡായിട്ടാണ് നോക്കുന്നത്. പക്ഷെ എന്നോടായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ ഞാൻ ഒരു 5 മിനിറ്റ് അവരിങ്ങനെ ശ്രദ്ധിക്കും കേട്ടോ ഈ സംസാരിക്കും. ഈവൻ പലയിടത്തും നമ്മൾ ഷൂട്ട്സിന് സീരിയൽ ഷൂട്ടല്ല, മൂവി ഷൂട്ടല്ല, അല്ലാതെ തന്നെ നമ്മള് പലയിടത്തും നമ്മുടെ ഇന്റർവ്യൂസ് ഇതുപോലെ ഇന്റർവ്യൂസോ ഫോട്ടോഷൂട്ട്സോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പോകുമ്പോൾ അവിടെ ഇങ്ങനെ ശ്രദ്ധിക്കും, ഇങ്ങനെ നോക്കും ഇവര് ഈ വേദിക ഈ പറഞ്ഞ കഥാപാത്രം പോലെ തന്നെയാണോ ഇങ്ങനെ നോക്കും. പിന്നെ എന്നെ ഒരു 5-10 മിനിറ്റ് എന്നെ ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ക്യാരക്ടർ കാണുമ്പോൾ മനസ്സിലായി കഴിഞ്ഞാൽ അവര് നിഷോ കുട്ടിയേ എന്തുവാണല്ലേ പാവമാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് സംസാരിക്കും. സോ അതെന്റെ ലൈഫിലെ ഒരു പാർട്ടായിരിക്കാണ്. പിന്നെ വേദിക എന്ന് പറഞ്ഞ ശരി എന്റെ ക്യാരക്ടറിന്റെ ഒരു നേരൊരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അത്. അതില് നമ്മളെ ക്യാരക്ടറിലേക്ക് അങ്ങനെ പോകുന്നു. കാരണം ഈവൻ മൂവി ഫീൽഡിലുള്ള എല്ലാം എന്നെ അറിയുന്ന എല്ലാ ഡയറക്ടേഴ്സ് ആയാലും ഈവൻ ആക്ടേഴ്സ് ആയാലും അവര് പറയുന്നുണ്ട് എന്ന് പറഞ്ഞ ഇത്ര വില്ലത്തൊന്നും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല തന്നെ എന്നൊക്കെ. അപ്പൊ ക്യാരക്ടർ താങ്ക് ഗോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാരും ഇപ്പം പറയുന്നുണ്ട് വേദികനെ വേറൊരു വേദികനെ ചിന്തിക്കാൻ പറ്റുന്നില്ല. ശരിക്കും ഈ വേദിക ആക്ച്വലി ആദ്യം വേറൊരു കുട്ടിയായിരുന്നു, രണ്ടാമതല്ലേ മൂന്നാമതാണ് വന്നത്. ആ സമയത്ത് സിനിമയിൽ ഇങ്ങനെ സജീവമായി നിൽക്കുന്ന സമയത്ത് ബിഗ് സ്ക്രീനിൽ നിന്ന് മിനി സ്ക്രീനിലേക്ക് വരാൻ നേരത്തെ ഒന്ന് പകച്ചു ആദ്യം ഒന്ന് ചിന്തിച്ചോ വേണോ വേണ്ടയോ? ഈ ഒരു കഥാപാത്രം കേട്ടപ്പോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്ന മുന്നേ തന്നെ എനിക്ക് ഏഷ്യന്റെ കുറെ അപ്രോച്ചസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ പറയത്തില്ല ഈ മൂവി എന്ന് പറഞ്ഞൊരു ഒരു ക്രേസ് അത് എനിക്ക് കുറെ കൊച്ചുനാള് തൊട്ടിട്ടുള്ളതാണ്. അപ്പൊ എനിക്ക് മൂവി എന്നുള്ള ക്രേസ് ഇപ്പോഴും അത് പോയിട്ടില്ല. എനിക്ക് ആ ഒരു ക്രേസ് ഇപ്പോഴും ഉണ്ട്. കാരണം ഒരു നാഷണൽ അവാർഡൊക്കെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ആ ഒരു ക്രേസ് ഒന്ന് പോവുള്ളൂ. അപ്പൊ ഞാൻ ഒട്ടുമിക്ക സമയത്തും ഈ ഇങ്ങനെ അപ്രോച്ച് എനിക്ക് തരുമ്പോൾ ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കാറില്ല. കാരണം എന്റെ ഫോക്കസ് മൊത്തം മൂവിയിലേക്കും, മൂവിയിൽ അതുപോലത്തെ എന്തെങ്കിലും നല്ലൊരു കഥാപാത്രം ചെയ്യണം, നല്ല ടീംസിന്റെ കൂടെ വർക്ക് ചെയ്യണം, നല്ല പ്രോജക്ട്സ് ചെയ്യണം, അതിൽ ജനങ്ങൾ ഒത്തിരി അറിയപ്പെടുന്ന ഒരു നടിയായി മാറണം. ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു സ്വപ്നം. അപ്പം ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അത്രയും കെയർ കൊടുക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഈ ഒരു ലോക്ക്ഡൌൺ സമയത്താണ് നമ്മുടെ ആദ്യത്തെ സമയത്ത് ഇങ്ങനെ
ഒരു അപ്രോച്ച് വരികയും അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ഒരു സബ്ജക്റ്റ് പറയും നെഗറ്റീവ് ആണ് കേട്ടോ. പിന്നെ മീര വാസുദേവ് ആണ് ഓപ്പോസിറ്റിൽ ചെയ്യുന്നത്, സിദ്ധാർത്ഥ് ആണ് ഈ ഹീറോ ആയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഓപ്പോസിറ്റ് നെഗറ്റീവ് റോളാന്ന് പറഞ്ഞത് ഇങ്ങനെ കുറച്ച് പറഞ്ഞു അവര്. അപ്പൊ ആ സമയത്ത് എനിക്ക് തോന്നി എന്തായാലും ഇത് എനിക്ക് ചേരുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു, ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. എന്തായാലും എനിക്ക് ശരി, കാരണം നമുക്കൊരു പ്രോജക്റ്റ് ലൈവായിട്ട് നിൽക്കുന്നതും നമ്മൾ ബ്രേക്ക് ആയി കഴിയുമ്പോൾ നമ്മുടെ മൈൻഡ് ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആവും. അപ്പോൾ എനിക്ക് ആ സമയത്ത് എനിക്ക് എസ് പറയാൻ തോന്നി. ആൻഡ് അതൊരു നല്ല തീരുമാനമായിരുന്നു, നന്നായിട്ടുള്ള തീരുമാനമായിരുന്നു. ഏറ്റവും എൻ്റെ ലൈഫിലേക്ക് ഇൻഡസ്ട്രിയിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം കറക്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് വേദിക എന്ന് പറഞ്ഞ കഥാപാത്രമാണ്. എനിക്ക് എല്ലാം ഇഷ്ടമാണ്. എനിക്ക് അങ്ങനെ വില്ലത്തി മാത്രം ചെയ്യണമെന്നല്ല, വില്ലത്തി നെഗറ്റീവ് റോൾസ് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ മെയിൻ പോസിറ്റീവ് മീൻസ് പാവം അങ്ങനത്തെ ക്യാരക്ടറില്ല, അങ്ങനെ ഇല്ല. എനിക്ക് എൻ്റെ ഫേവറേറ്റ് വൺ ഓഫ് ദി ഫേവറേറ്റ് മൂവി എന്ന് പറയുന്നത്, ഞാൻ ഇൻസ്പയർഡ് ആയിട്ട് ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ വരാൻ കാരണമുള്ള കുറച്ച് മൂവീസ് ഉണ്ട്. ഒന്ന് മൈന, അതിനകത്ത് അമല പോലെ ഏറ്റവും പാവമുള്ള ഒരു ക്യാരക്ടറാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മഞ്ജു ചേച്ചിയുടെ ഒട്ടുമിക്ക നാടൻ കഥാപാത്രം ചെയ്തിട്ടുള്ള തിലകൻ സറക്കുള്ള മറ്റേ ഇങ്ങനെ പുറത്തൊക്കെ എഴുതുന്ന അപ്പൊ അങ്ങനെ അങ്ങനത്തെ കഥാപാത്രങ്ങളാണ് നാടൻ നമ്മുടെ കൾച്ചേഴ്സ് കൊണ്ടുവരുന്ന പോലത്തെ ക്യാരക്ടറൊക്കെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പക്ഷെ എനിക്ക് അങ്ങനത്തെ കിട്ടിയിട്ടില്ല, എനിക്ക് അങ്ങനത്തെ ഒരു ഓഫേഴ്സ് വന്നിട്ടില്ല. സോ എപ്പോഴും ഞാൻ അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് കിട്ടിയായിരുന്നെങ്കിൽ, കാരണം എൻ്റെ ടോൺ, എൻ്റെ കളർ എല്ലാത്തിനും അത് സൂട്ട് ആവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. സോ യെസ്, അപ്പൊ അങ്ങനെ കിട്ടിയിട്ടില്ല. പക്ഷെ എനിക്ക് പോസിറ്റീവ് ക്യാരക്ടറും ചെയ്യാൻ ഇഷ്ടമാണ്, കാരണം ഈ സീരിയലൊക്കെ ആരാ സ്റ്റൈൽ ചെയ്യുന്നത്? പ്രത്യേകിച്ച് വേദിക എങ്ങനെയാ ഒരുക്കി എടുക്കുന്നത്? കാരണം എപ്പോഴും വേദിക കാണുമ്പോൾ നല്ല ഭംഗിയാണ്. ഹിന്ദി സീരിയലൊക്കെ കാണുമ്പോഴത്തെ അതിനകത്തെ മേക്കപ്പ് ഒക്കെ തോന്നാറുണ്ട്. ആരാ സ്റ്റൈൽ ചെയ്യുന്നത്? ആക്ച്വലി പണ്ട് തൊട്ടിട്ടേ ഇങ്ങനെ പറയാറുണ്ട്, ഞാൻ വന്ന സമയം തൊട്ടിട്ടേ ഇപ്പൊ എന്തൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്റെ എന്തെങ്കിലും ഒരു ഫോട്ടോഷൂട്ട്സ് ഉണ്ടെങ്കിലും, ആക്ച്വലി എനിക്ക് സാധാരണ എല്ലാ ആർട്ടിസ്റ്റുകൾക്ക് സ്റ്റൈലിസ്റ്റ് അങ്ങനെ ഇങ്ങനെയൊക്കെ കുറെ ബാക്കിൽ കുറെ ലിസ്റ്റുകളുണ്ടാവും. പക്ഷെ ഞാൻ തന്നെ ആയിരിക്കും എൻ്റെ സ്റ്റാർട്ടിങ് സമയം തൊട്ടിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പം ഒട്ടുമിക്ക ഷൂട്ട്സും എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ പ്രോജക്ട്സ് പൂത്തിരി വന്നു, അങ്ങനെ പബ്ലിസിറ്റി ഒക്കെ വന്നതിന് ശേഷം അങ്ങനെ എല്ലാത്തിനും ഓരോരോ സെക്ഷൻ ആയിട്ടുണ്ട്. പക്ഷെ കുടുംബവിളക്കില് ഞാൻ ഭയങ്കര, കാരണം ഇത് നമ്മുടെ മൂവിയല്ല, നമ്മുടെ സീരിയൽ ആയതുകൊണ്ട് നമുക്ക് മൂവിയിൽ കിട്ടുന്ന അത്ര ഒരു ഇത് കിട്ടത്തില്ല. അപ്പൊ എല്ലാ കോസ്റ്റ്യൂമിന്റെ പുറകെ ഞാൻ ഭയങ്കരമായിട്ട് അതില് ഫോക്കസ്ഡ് ആണ്. അപ്പൊ ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. ശരി. ഞാൻ ഓൾറെഡി എന്റെ പ്ലാൻ ഉണ്ടാവും, അടുത്ത 15 days ഞാൻ ഇന്ന സംഭവമായിരിക്കും. പക്ഷെ ആ ഒരു എനിക്കൊരു ട്രെൻഡ് മാറ്റണം എന്നുണ്ട്. എന്ന് പറയുന്നത് നമ്മുടെ ഈ സീരിയൽ എന്ന് പറയുന്നത് എല്ലാം വീട്ടില് എല്ലാം 7 മണി എന്ന് പറഞ്ഞ കുടുംബവിളക്ക് എന്നുള്ള സമയം ഉണ്ടെങ്കിൽ എല്ലാരും വെക്കുന്ന ഒരു ഒരു ഇതാണ്. അപ്പൊ എന്റെ ഒരു മനസ്സിലുണ്ട്, ഒരു സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് എനിക്കും കൊണ്ടുവരണം. മൂവീസ് കാണുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്, എല്ലാരും കാണുമെങ്കിലും സീരിയലും കുറച്ച് കൂടുതലാണ്. എല്ലാം അംഗങ്ങൾ ഇരുന്ന് കാണുന്ന ഒരു സംഭവമാണ്. സോ എനിക്കൊരു സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് എനിക്ക് അതിൽ കൊണ്ടുവരാൻ പറ്റും. അത് കൂടുതലും ആൾക്കാർ ചെയ്യാറില്ല, കാരണം ബഡ്ജറ്റിന്റെ ഒരു ഇഷ്യൂസ് ഉണ്ട്. അത് കാരണം അവർ സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റും കൂടി കൊണ്ടുവരുമ്പോൾ അവർക്ക് അത് മുതലാവില്ല. അതുകൊണ്ട് ഒട്ടുമിക്കവരും എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ അഡ്ജസ്റ്റ്മെന്റ് പരിപാടിയാണ് ചെയ്യുന്നത് സീരിയലിൽ. ഞാൻ ഒരു കാര്യം ഉണ്ടായിരുന്നു, ഞാൻ ഇതിൻ്റെ ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് പരിപാടികളൊന്നുമില്ല. എനിക്ക് എൻ്റെ ഒരു സ്റ്റൈലിൽ ഒരു ഇതുണ്ട്, അത് വിട്ട് ഒരു കളിയും കളിക്കത്തില്ലെന്ന് ഞാൻ ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു ഷോപ്പിംഗ് ഒക്കെ പ്രത്യേകം നടത്താറുണ്ടോ? വേദികയ്ക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഷോപ്പിംഗ്? അതേ ഉള്ളൂ. അത് ബാക്കി 15 ദിവസം അതാണ് പരിപാടി. ഇപ്പൊ എനിക്ക് കബോർഡ് തുറക്കാൻ അത്രയ്ക്കും തുണികളും കാര്യങ്ങളും. ശരിക്കും നിങ്ങളുടെ ലൊക്കേഷൻ നല്ല, ഇതിനകത്തൊക്കെ അഭിനയം വേറെ, ശരിക്കും നിങ്ങളുടെ ലൊക്കേഷനിൽ ബീച്ചിൽ അടിച്ചുപൊളിയാണെന്നുള്ള കാര്യം നിങ്ങൾ ഓരോ കുടുംബവിളക്കിൽ ഓരോ ആക്ടേഴ്സിനെ സോഷ്യൽ മീഡിയ എടുത്ത് നമുക്ക് മനസ്സിലാവും. വീഡിയോസ് ആണെങ്കിലും എന്താണെങ്കിലും ശരിക്കും ആ ഒരു എങ്ങനെയാണ് ആ ഒരു ബന്ധം എല്ലാവരും കൂടെ ഉള്ള?
അവിടെ കുടുംബങ്ങൾക്ക് ആക്ച്വലി എനിക്കൊരു സങ്കടം ഉള്ളതെന്ന് വെച്ചാൽ എപ്പോഴും വേദിക എൻ്റെ ക്യാരക്ടറിന്റെ ഒരു ഷൂട്ടിംഗ് നടക്കുന്ന സമയത്തൊക്കെ ഒട്ടുമിക്ക സമയത്തും അവിടെ സെക്ഷൻസ് ആണ്. സുമിത്രയുടെ വീട്ടിലാണല്ലോ എല്ലാം പിള്ളേരും അംഗങ്ങളും എല്ലാവരും ഉള്ള സംഭവം സുമിത്രയുടെ വീട്ടിലാണ്. വേദിക ഹൗസില് സിദ്ധാർത്ഥ വേദിക ഒട്ടുമിക്ക അത്ര സീക്വൻസേ ഉള്ളൂ. എനിക്ക് കൂട്ടുകാരൻ അല്ലെങ്കിൽ അമ്മായിയമ്മ. അപ്പൊ എനിക്ക് എപ്പോഴും സങ്കടം ഉണ്ടായിരുന്നു ആ ടീംസ് ഫുൾ അവിടെ എൻജോയ് ചെയ്യുമ്പോൾ ഞാൻ ഇല്ല. അത് റെയർ ആയിട്ടാണ് ഞങ്ങളെ ടീംസിന്റെ കൂടെ എനിക്ക് കോമ്പിനേഷൻസ് വരുന്നത്. അപ്പൊ വരുന്ന സമയത്ത് ഞങ്ങൾ മോഡലൊക്കെ ഞങ്ങൾ എൻജോയ് ചെയ്ത് ബ്ലാസ്റ്റ് ചെയ്ത് അടിച്ചു പോയിരിക്കും. അതങ്ങനെയാണ്. എല്ലാരും ഭയങ്കര ഒരു ഫാമിലി ഒരു ഫീലാണ് ഇതുപോലെ തന്നെ ശരണ്യയുടെ വീഡിയോസ് ഒക്കെ ഇന്നലെ നോക്കുന്നതിന് താഴെ ഞാൻ കണ്ടു ഫാൻസിന്റെ ഒരു വാദപ്രതിവാദം. ഈ കുട്ടി ഗുജറാത്തിയാണെന്ന് ഒരാള്, അല്ല ഗുജറാത്തിയാണ് മലയാളി കളക്ഷൻ ഉണ്ടെന്ന് വേറൊരാള്. എനിക്ക് എങ്ങനെയാ ഗുജറാത്തിൽ ജനിച്ചു വളർന്ന ആളാണെന്ന് പറയും മലയാളം ഇത്ര ഭംഗിയായിട്ട് എങ്ങനെ പഠിച്ചു പറയാൻ? അത് എല്ലാം ഞാൻ താങ്ക്സ് പറയുന്നത് ഒന്ന് എന്റെ ഇൻഡസ്ട്രിക്ക് എന്ന് ഞാൻ പറയും. കാരണം ഗുജറാത്തില് അമ്മയും അച്ഛനും മലയാളിയാണ്. ഇത് ഞാൻ പറഞ്ഞു ക്ലിയർ ചെയ്യാം. കാരണം ഇപ്പൊ കുറെ പേർക്ക് അറിയണമെന്നുണ്ട് വേദിക എന്താണ് വേദിക ആക്ച്വലി മലയാളി കുട്ടിയാണ്. പക്ഷെ ജനിച്ചു വളർന്നതെല്ലാം ഗുജറാത്തിലാണ്. അച്ഛൻ അമ്മയും മലയാളിയാണ്. അമ്മ ആലപ്പുഴ എടത്വ, അച്ഛൻ അടൂര് പത്തനംതിട്ട. അതാണ് എൻ്റെ ഒരു ഒരു എന്താ പറയാ ഒരു തറവാട്. പിന്നെ ഞാൻ ഗുജറാത്തിൽ ജനിച്ചു വളർന്നത്. അപ്പൊ അവിടെ നിന്നിട്ട് അച്ഛനമ്മയാണെങ്കിലും സംസാരിക്കുകയും അങ്ങനെയൊക്കെ മൂവീസ് ഒക്കെ കാണുകയും കൂടുതൽ കാണിക്കും. ഇങ്ങനെ നമ്മുടെ കൾച്ചർ ഇതാണ്, അസോസിയേഷൻസ് മലയാള അസോസിയേഷൻസിലൊക്കെ കൊണ്ടുപോയി അങ്ങനെ ഞങ്ങളുടെ മലയാളീസിന്റെ ഒരു ടീംസ് ഉണ്ട്. അപ്പൊ അങ്ങനെ സംസാരിച്ചതിന് കുറച്ചൊക്കെ അറിയായിരുന്നു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഈ കഴിച്ച പൊട്ടാത്ത കുറെ വാക്കുകളൊക്കെ ഉണ്ട്. എന്റെ കുടുംബം വേദികയാണെങ്കിൽ കഴിച്ച പൊട്ടാത്ത വാക്കുകൾ പറയുള്ളൂ. ഞാൻ ആദ്യമൊക്കെ ഈശ്വര ഞാൻ ഇതെങ്ങനെ പറയും. പക്ഷെ ഇപ്പൊ അപ്പൊ അതിങ്ങനെ പറഞ്ഞു സംസാരിച്ച് ഇപ്പം എനിക്ക് 4 വർഷമായിട്ട് ഞങ്ങൾ കൊച്ചിയിൽ സെറ്റിൽ ആണ്. 5ാം വർഷമായി. 5 വർഷം തൊട്ടിട്ടേ ഇങ്ങനെ പറഞ്ഞു കേട്ട് അങ്ങ് പഠിച്ചു. അതുപോലെ തന്നെ സാധാരണഗതി ഒരു നടിമാരൊക്കെ എന്ന് പറയുമ്പോൾ ഒരു വിവാഹം കഴിക്കുമ്പോൾ അവരെല്ലാത്തിനും ഒരു ചെറിയ ബ്രേക്കിങ്ങിൽ കുറച്ച് നാളെങ്കിലും എടുക്കാറുണ്ട്. പക്ഷെ ശരണ്യയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കല്യാണം കഴിച്ചതിന് ശേഷമാണ് ഇതുവരെ കാണാത്തൊരു ശരണ്യയെ കാണാൻ പറ്റിയത്. വളരെ ആക്റ്റീവാണ്. ഒരു രൂപത്തിൽ പോലും എനിക്കൊന്ന് സൗന്ദര്യത്തിൽ പോലും ഒരു പ്രസരിപ്പ് കൂടുതൽ. വിവാഹത്തിന് ശേഷം ഇത്ര ആക്റ്റീവായിട്ട് ഇറങ്ങുന്ന ഒരാള് എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കമാണ്. അതിൽ ഒരാളാണ് ശരണ്യ. അല്ലേ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഒരു മാറ്റം കൂടുതൽ ഭർത്താവിന്റെ ഭാഗത്ത് ഉണ്ടായതായി അങ്ങനെ തോന്നുന്നുണ്ടോ? ഇത് all credit goes to my husband Manish and family. Okay, കാരണം പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഇത് പറഞ്ഞത് കറക്റ്റ് ആണ്. ഇത് എന്നോട് കുറെ പേര് പറഞ്ഞു. സാധാരണ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാ ആർട്ടിസ്റ്റുകൾ ഒന്നി അവര് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ബ്രേക്ക് എടുക്കുകയും പ്രോജക്ട്സ് കാണാതെ ഇരിക്കും. ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ ശരണ്യ കുറച്ച് ഭയങ്കര ലൈവായി, കുറച്ചും കൂടി ആക്റ്റീവായി. ഇപ്പൊ എല്ലായിടത്തും നോക്കുമ്പോൾ ശരണ്യ മാത്രമേ കാണുന്നുള്ളൂ. ഇതെല്ലാം ആക്ച്വലി ഈ കല്യാണത്തിന്റെ പ്രപ്പോസൽസും സംസാരം ഉണ്ടായപ്പം തന്നെ ഞാൻ ഇത് ക്ലിയർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ എനിക്ക് ഫീൽഡിൽ വരാൻ ഒരു 4-5 വർഷം എൻ്റെ മാറ്റിയിട്ടുണ്ട്. ആ ഒരു വർഷം ഞാൻ എൻ്റെ അക്കാഡമിക്കലി ആ ഒരു ബേസിൽ ഞാൻ മാറ്റിയായിരുന്നെങ്കിൽ ചിലപ്പം പ്രൊമോഷന്റെ പോലെ പ്രൊമോഷൻസ് കയറേണ്ട സമയം വരുന്നു. ഏതോ ഒരിക്കൽ ലെവലൊക്കെ നമ്മൾ എത്തിയാണ്. അപ്പം ആ ഒരു ഞാൻ മാറ്റി വെച്ച ആ ഒരു സമയത്തിന്റെ ഒരു അച്ചീവ്മെന്റ് ആക്ച്വലി എനിക്ക് കിട്ടിയിട്ടില്ല. സോ എൻ്റെ അതിങ്ങനെ നിൽക്കുകയാണ്. അപ്പം വന്നിങ്ങനെ നിൽക്കുകയാണ്. സോ ഇനിയുള്ള ചിലപ്പോൾ ഒരു 3 or 4 years ആയിരിക്കും എനിക്ക് സക്സസ്. എൻ്റെ ചിലപ്പോൾ എൻ്റെ പീക്ക് ടൈം വരിക. സോ ഞാൻ അതിൽ ഫോക്കസ് ചെയ്യും. അപ്പൊ ഞാൻ കല്യാണം കഴിക്കുന്ന ഒരു ഹസ്ബൻഡ് ഇല്ല പ്രൊഫഷനിൽ പോകണ്ട, അല്ലെങ്കിൽ അവരുടെ കുറെ ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ, ഫാമിലി പ്ലാനിങ് വോട്ടെവർ അങ്ങനെ ഇപ്പം ഉണ്ടെങ്കിൽ എനിക്കത് എന്താ പറയാ ഫുൾ ഓൺ എനിക്ക് അവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല. സോ അതെനിക്കൊരു വലിയ സങ്കടമായിരിക്കും. സോ ഓപ്പൺലി ഞാൻ എൻ്റെ ട്രാക്ക് പറയാണ്. അതനുസരിച്ചിട്ട് സൂട്ടാവുന്ന ഒരാൾ മതി എന്ന് പറഞ്ഞു. എന്റെ ഹസ്ബൻഡ് എല്ലാം ഇഷ്ടപ്പെട്ടത് അതൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ എന്തായിരിക്കും ഇപ്പം തന്നെ നമ്മളിപ്പം കുറെ കേസസ് കാണുന്നുണ്ട്. അത് ആക്ച്വലി ഓപ്പൺ ആയിട്ട് സംസാരിക്കാനായിട്ട് ഒരു ഫാമിലി ആയാലും ഫാമിലിക്കാരായാലും അല്ലെങ്കിൽ പെൺകുട്ടി ആയാലും അലയൻസിനോട് സംസാരിക്കണം. അവർക്ക് എന്തുവാ വേണ്ടത്.
ഞാൻ ഇന്ന സംഭവമാണ്, എന്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെയാണ്, ഓക്കെ ആണെങ്കിൽ ഓക്കെ. ഇതെന്താന്ന് വെച്ചാൽ എല്ലാവരും പേടിക്കും, ഇനി നല്ലൊരു അലയൻസ് കിട്ടിയില്ലെങ്കിലോ ഇങ്ങനെ വിചാരിച്ചിട്ട് ഒന്നും പറയില്ല. പിന്നീടുള്ള പ്രശ്നങ്ങളാണ് തുടങ്ങുന്നത്. സോ ഞാൻ ആദ്യമേ എനിക്ക് വേണ്ടതല്ല ഞാൻ പറഞ്ഞു, അവിടെ നിന്ന് എന്തൊക്കെയാണെന്ന് ചോദിക്കുകയും ചെയ്തു. സോ അവിടെ നിന്ന് പറഞ്ഞിട്ടെല്ലാം ഉള്ളതെല്ലാം ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ അതിലൊന്നായിരുന്നു എനിക്ക് പ്രോജക്ട്സ് ചെയ്യണം, ഒരു 3 years എങ്കിലും മിനിമം ഞാൻ അതിൽ ഫോക്കസ്ഡ് ആയിരിക്കും. അപ്പൊ എന്നോട് പറഞ്ഞു ഓ കുഴപ്പമില്ല ചെയ്യാം. അപ്പൊ ആ സമയത്ത് പ്രതീക്ഷിക്കാതെയാണ് ഈ കുടുംബവിളക്കും എല്ലാം വരുന്നത്. കുടുംബവിളക്കിൽ വന്നിട്ട് ഒരു 3 മാസം കഴിഞ്ഞപ്പോഴാണ് എന്റെ കല്യാണം. 3-4 മാസം കുടുംബവിളക്ക് ടീം എല്ലാം ഷോക്ക്. ഇതെന്തുകൂടെ കുടുംബവിളക്ക് വരുന്നവരെല്ലാരും കല്യാണം കഴിച്ച് പോകണോ? അപ്പോ പക്ഷെ ടു ബി ഫ്രാങ്ക്, ഐ ആം ലക്കി. ഇതുവരെ എനിക്കൊരു തടസ്സമോ അല്ലെങ്കിൽ ഇതുവരെ അത് ഹസ്ബൻഡിന്റെ സൈഡിൽ നിന്നായാലും അദ്ദേഹത്തിന്റെ ഫാമിലിയുടെ സൈഡിൽ നിന്നായാലും ഒരു വിധത്തിലും ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ എൻ്റെ ഫാമിലിയിലും ഞാൻ വർക്ക് ചെയ്യുന്നില്ല. എനിക്ക് പണ്ട് കിട്ടിയ അതേ ഫ്രീഡം, അതേ സപ്പോർട്ട്, അതേ എല്ലാം തന്നെയാണ്. ആളില്ലാത്തേ ഉള്ളൂ, മനുഷ്യന്റെ ഇവിടെ ഒന്നും ഇല്ല, ലാപ്കൊണ്ട് മാത്രമാണതേ ഉള്ളൂ. പക്ഷെ കംപ്ലീറ്റ് സപ്പോർട്ട് എനിക്ക് തരുന്നുണ്ട്. അതിൽ ഒരു മാറ്റം എന്നിൽ ഉണ്ടായിട്ടുമുണ്ട്. ഐ മീൻ ഞാൻ ഫാഷനബിൾ ആണെങ്കിൽ എനിക്ക് ഫാഷന്റെ ട്രെൻഡ്സ് എനിക്ക് ഇങ്ങോട്ടും പറഞ്ഞു തരുന്നുണ്ട്. ഇങ്ങനെ ഇതും കൂടിയാണ് കേട്ടോ. അപ്പൊ അതൊരു എന്താ പറയുക, ഒരു മ്യൂച്വൽ ഒരു ഭയങ്കര ഒരു സപ്പോർട്ടാണ്. അങ്ങനെ വന്നില്ല വേണ്ട പർച്ചേസ് പാവം സോ എന്റെ എല്ലാത്തിനും പുറകെ മനുഷ്യേട്ടന്റെ ഒരു കൈയുണ്ട്. ഇവൻ എന്റെ ലുക്ക് ചേഞ്ച് ആയാലും ഇപ്പം ലുക്കിന്റെ ഫുൾ മാറ്റം, എന്റെ എങ്ങനെ സ്റ്റൈൽ ചെയ്യണം അല്ലെങ്കിൽ എന്റെ മേക്ക് ഓവർ എങ്ങനെ വേണമെന്ന് ഞങ്ങൾക്ക് ടീം തന്നെ ഉണ്ട് അവിടെ. സോ അങ്ങനെ എന്നെ ഫുള്ള് കൊണ്ടുപോയിട്ട് എന്റെ മേക്ക് ഓവർ ചെയ്യിപ്പിച്ചു. ഈവൻ കോസ്റ്റ്യൂമിന്റെ തന്നെ അവിടെ ഒരു സെക്ഷൻ എനിക്ക് വേണ്ടി ഓൾറെഡി പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. സോ അവരാണ് എന്റെ എല്ലാം സെക്ഷൻസ് നോക്കുന്നത്. എല്ലാ പേജും അതെ ഞാൻ പറഞ്ഞതേ ഉണ്ടായിരുന്നു. ഇത് ഓൾറെഡി ഇംപ്ലിമെന്റ് അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോ ഓൾറെഡി എവറിത്തിങ് ഇസ് സെറ്റ്. ലൈക്ക് മേക്ക് ഓവറിന്റെ സെറ്റ് ആണ്. കോസ്റ്റ്യൂംസിന്റെ സൈഡ് പറഞ്ഞു തരാനും സ്റ്റൈലും അവിടെ ഓൾറെഡി സെറ്റ് ആണ്. ഈവൻ ഫാമിലിന്റെ എല്ലാം എല്ലാവരും ഭയങ്കര കംഫർട്ടബിൾ ആണ്. അവർക്ക് ഒരു പ്രശ്നമില്ല, അപ്പൊ ഇപ്പോൾ ചെയ്തോളൂ, അവർക്ക് അങ്ങനെ ഒരു ഭാഗ്യമുള്ള കുട്ടിയാണ് തീർച്ചയായിട്ടും. കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഞാൻ കുറച്ച് റാപ്പിഡ് ഫയറിലേക്ക് പോകാം. വലിയ സംഭവമൊന്നുമല്ല. സീരിയലുകളിൽ സെൻസറിങ് ഏർപ്പെടുത്തണം എന്ന് പറയുന്നത് അതിനോട് എന്താണ് അഭിപ്രായം? സീരിയലിൽ അങ്ങനെ സെൻസർ യൂസ് ചെയ്യുന്നതായിട്ടുള്ള സംഭവങ്ങൾ അത്രയ്ക്ക് ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അറിയില്ല, അങ്ങനെ ഒരു നിയമം വരണം, പാസ്സാകണം എന്നൊക്കെയുള്ള അങ്ങനെ വലുതായിട്ടുള്ള ഡയലോഗ്സ് അല്ലെങ്കിൽ ഡയലോഗില് ഇപ്പം അങ്ങനെ വലിയായിട്ട് അങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ ഓവറായിട്ട് ഒരു എക്സ്പോസിങ് സംഭവങ്ങൾ ചാനൽ അലൗ ചെയ്യാറുമില്ല. പിന്നെ അങ്ങനെ ഇല്ല, എനിക്ക് തോന്നുന്നില്ല വേണമെന്ന് ആവശ്യമില്ല. ഇനി വേണമെങ്കിൽ ഒരു പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ല. ശരി, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റിൽ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നു. ചേട്ടനെ കണ്ടപ്പോ ആദ്യം തന്നെ ഒറ്റ നോട്ടത്തിൽ ചേട്ടനെ കാണുന്ന മുന്നേ തന്നെ ഒരു സംസാരത്തിൽ തന്നെ ഞാൻ ഉദ്ദേശിച്ചായിരുന്നു ഇത് തന്നെയാണ് എന്റെ ഇതാണ് എന്റെ വരൻ. പിന്നെ വന്ന് ഇറങ്ങി ഇങ്ങനെ ആ ഒരു സംസാര രീതിയും അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ ഇത് മതി, ഇതിനെ വെറുതെ തപ്പി പോകാനൊന്നും വയ്യ. ശരണ്യക്ക് ശരണ്യയിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം, സ്വന്തമായിട്ടുള്ളത് ഇഷ്ടമുള്ള ഒരു കാര്യം? എനിക്ക് ഞാൻ ഗിവ് അപ്പ് ചെയ്തില്ല, വിട്ടുകൊടുക്കത്തില്ല, തോറ്റു കൊടുക്കത്തില്ല. ചെയ്തുകൊണ്ടിരിക്കാൻ ഉള്ള ഒരു ശ്രമം നടത്താറുണ്ട്, ഹാർഡ് വർക്കിംഗ് ചെയ്യാറുണ്ട്. പിന്നെ അതാണ് എന്റെ ഒരു ഇഷ്ടമുള്ള കാര്യം. ഒരു റോള് വരാണ്, അതിന് വേണ്ടി ഈ മുടി ഒന്ന് മുറിച്ചു കളഞ്ഞിട്ട് തല മുട്ട അടിക്കണമെന്ന് പറഞ്ഞു ചെയ്യും. അതിന്റെ ഒരു വലിയ ഉദാഹരണമാണ് ആകാശഗംഗ 2. മോഹൻ കാണുന്നില്ലല്ലോ, പിന്നെ അത് ചെയ്യാനായിട്ട് റെഡി ആയിരുന്നു. ഒരു കഥാപാത്രം. സ്വന്തമായിട്ട് കേട്ട് ചിരിച്ച ഒരു ഗോസിപ്പ് എന്താണ്?
സ്വന്തമായിട്ട് ചെയ്യും. അത് മനുഷ്യന്റെ കൂടെ ഉള്ള എന്തെങ്കിലും ആയിരിക്കണം, അല്ലെങ്കിൽ എന്റെ ഫാമിലി റിലേറ്റഡ് എന്തെങ്കിലും ഒക്കെ ആയിരിക്കണം. ഗോസിപ്പ് അങ്ങനെ gossip കൾ ഗോസിപ്പ് കേൾക്കാറുണ്ടോ? എനിക്ക് അങ്ങനെ ശരണ്യയെ വലുതായിട്ട് ഗോസിപ്സിന്റെ പറ്റി ഇറങ്ങിയിട്ടില്ല. അറിയില്ല. അങ്ങനെ ഇറങ്ങിയിട്ടില്ല. പിന്നെ ചിരിക്കാനായിട്ട് അങ്ങനെ ഉണ്ടാവില്ല. ഒരു കേട്ട് വിഷമിച്ച ഒരു കമന്റ് ഉണ്ടോ? സോഷ്യൽ മീഡിയയിലൊക്കെ എപ്പോഴും ആക്റ്റീവായി നിൽക്കുന്ന ഒരാളല്ലേ, കമന്റ് കണ്ടിട്ട് ഭയങ്കര വിഷമമായി പോയി, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് സത്യം പറഞ്ഞാൽ കമന്റ്സ് വലുതായിട്ട് അങ്ങനെ നെഗറ്റീവ് കമന്റ്സ് വരാറില്ല. സാധാരണ എല്ലാവരും പറഞ്ഞ വേദികയായിട്ട് ഇപ്പൊ ഇഷ്ടംപോലെ നെഗറ്റീവ് കമന്റ്സ് ആയിരിക്കുമല്ലോ, പക്ഷെ എനിക്ക് അങ്ങനെ വരുന്നില്ല. സോഷ്യൽ മീഡിയയിൽ ഇഷ്ടമുള്ളവരാണ് എന്നെ ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെടുന്നവരാണ്. അങ്ങനെ കമന്റ്സ് വരാറില്ല. ഇനി വരണമെന്ന് എനിക്ക് താല്പര്യമില്ല. എന്നാലും എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പാവം ആ സുമിത്ര ചേച്ചിനെ ഒന്ന് വിട്ടുകൂടെ എന്ന് പറയാറുണ്ട്. അപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയാറുണ്ട്. പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാ, അതിൽ ആ സ്ക്രിപ്റ്റിൽ വരുന്ന പോലെ തന്നെ ഞാൻ അഭിനയിക്കുന്നു മാത്രമേ ഉള്ളൂ. എനിക്ക് വല്ല താല്പര്യമൊന്നുമില്ല. ഒരു സൂപ്പർ പവർ കിട്ടുവാണെങ്കിൽ അത് എന്തായിരിക്കും? എന്തൊരു സൂപ്പർ പവർ? എനിക്ക് കുറെ ആഗ്രഹങ്ങളുണ്ട്. എന്തൊക്കെയോ പറയും. ടൈം ട്രാവലിംഗ് അങ്ങനത്തെ വല്ലതും ഇല്ല, എനിക്ക് സിനിമ ഇൻഡസ്ട്രിയുടെ തലയിപ്പത്തിലാണ്. എന്താണ് സിനിമ ഇൻഡസ്ട്രിയിലെ ഏറ്റവും ടോപ്പിൽ വന്നു നിൽക്കണം. അതാണ് തലയിപ്പത്തിലേക്ക് ഹിന്ദി എല്ലാം കൂടി മിക്സ് ഗുജറാത്തി എന്തൊക്കെയോ മിക്സ് ആണ്. ശരി, സംഭവം എനിക്ക് മനസ്സിലായി. ഏറ്റവും ഒരു ഭരിക്കുന്ന ഒരാളാണ്. പവറിനോട് എനിക്ക് പവർ വേണം. കളത്തരം പിടിച്ചിട്ട് ചമ്മിപ്പോയ എന്തെങ്കിലും ഒരു സംഭവം? ഇഷ്ടംപോലെ അവിടെ ഇരിക്കുന്ന എന്റെ സിസ്റ്റർ ശരിക്കും ഇഷ്ടംപോലെയുണ്ട്. ഏറ്റവും കൂടുതൽ പിടിക്കുന്നത് അവളാണ്. എന്റെ സിസ്റ്ററാണ് എന്റെ ഏറ്റവും കൂടുതൽ കള്ളത്തരം മനസ്സിലാക്കുന്നത്. ഒരു എക്സ്പ്രഷൻ ഒന്ന് മാറിയ ചിരിച്ചല്ലോ, എന്താ ഉടായ്പ, ഇങ്ങനെ അതാണ്. വേറെ ആരും അങ്ങനെ കണ്ടുപിടിക്കാറില്ല. അവളാണ് എന്റെ എല്ലാം കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കുന്നത്. ഭീകരമായ ടെൻഷൻ വരുമ്പോ ശരണ്യ എന്താണ് ചെയ്യുന്നത്? എനിക്ക് ഭീകരമായിട്ട് ടെൻഷൻ എപ്പോഴും ഉണ്ട്. പക്ഷെ ഞാൻ എക്സ്പ്രസ് അങ്ങനെ വലിയായിട്ട് എല്ലാവരും മുന്നേ ചെയ്യാറില്ല. എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നാല് ഞാൻ റൂമിലിരുന്ന് പാട്ട് കേട്ട് ദൈവത്തിന്റെ പാട്ട്, അതും നൈറ്റ് സമയത്തായിരിക്കും. നൈറ്റ് ഒരു 1, 2, 3 മണിയൊക്കെ ആയിരിക്കണം. ആ സമയമൊക്കെയാണ് എനിക്ക് ചില പ്രാർത്ഥനകളുണ്ട്. അതൊക്കെ വെച്ചിട്ട് ഞാൻ കരയും. ഒരു ഗുരുവായൂരപ്പന്റെ വലിയൊരു ഭക്തയാണോ ഞാൻ കേട്ടു. ബാലാമണി കഴിഞ്ഞാൽ കേരളത്തിൽ ഗുരുവായൂരപ്പൻ ഇത്ര ഭക്തിയുള്ള ഒരാളാണ്. ഇല്ല, കുറേ ബാലമണികളുണ്ട്. ഇടയ്ക്ക് ഒരു കൊച്ചു ബാലാമണിയാണ് ഗുരുവായൂരപ്പൻ ഭക്തയാണ്. ഒരു ബാലറ്റിൽ ഉറപ്പായും കാണുന്ന ഒരു സാധനം? എന്റേത് കാണാൻ സാധ്യത ഉള്ളത് കുറെ സാധനങ്ങളുണ്ട്. എന്ത് പറയും, ATM എന്തായാലും ഉണ്ടോ? അയ്യോ ഇല്ല, ATM ഇപ്പൊ ഇല്ല. ATM അല്ല, ലിപ്സ്റ്റിക് ഉണ്ടോ? ഒരു സീക്രട്ട് ടാലന്റ് എന്നാണ് ഈ അഭിനയം, ഡാൻസിങ്, മോഡലിംഗ്, ഇതൊന്നും അല്ലാത്തൊരു ടാലന്റ് ഉള്ള ഉള്ളിൽ ഉറങ്ങി കിടക്കുന്ന ശരണ്യക്ക് അറിയാവുന്ന? ഞാൻ പറഞ്ഞാൽ എല്ലാരും ഞെട്ടും. ഇല്ല, പറയത്തില്ല. ഞാൻ ഭയങ്കരമായിട്ട് ഊള കോമഡികളൊക്കെ പാടും. പിന്നെ ലിറിക്സ് ഒക്കെ തെറ്റിച്ചൊക്കെ പാട്ടൊക്കെ ഞാൻ ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്തെടുക്കും. അത് കേട്ട് കഴിഞ്ഞാൽ അവനൊരു പാട്ട് പാടാമോ? ഒരു പാട്ട് പാടുന്നോ? അയ്യോ ട്രോളാണ് ഇത്. ഇപ്പൊ കുറച്ചു നേരം മുന്നേ മെസ്സേജ് പറഞ്ഞതേ ഉള്ളൂ. ഇല്ല അത് വേണ്ട, റിസ്ക് ആയിരിക്കും. മലയാളത്തിൽ ഒരു ആക്ട്രസിന്റെ ഹാൻഡ് ബാഗ് ഒന്ന് തുറന്നു നോക്കണം, അല്ലെ കയ്യിൽ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ആക്ട്രസ് ആണ് നയൻതാര. എന്താണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം? എന്താണ് സ്പെഷ്യൽ ആയിട്ട് ചെയ്യുന്നത്? അങ്ങനെയല്ല, എന്താണ് ഒരു ആക്ട്രസ് എന്നുള്ള നിലയിൽ എന്താണ് സ്പെഷ്യൽ ആയിട്ട് കൊടുക്കുന്നത് സ്കിന്നിനോ? ഞാൻ ആ കാര്യത്തിലൊക്കെ ഭയങ്കര വീക്കാണ്. ഞാൻ അങ്ങനെ വലുതായിട്ട് കെയറിംഗ് ഒന്നും ചെയ്തില്ല എന്നാണ് എന്റെ ഹസ്ബൻഡ് മനുഷ്യട്ടൻ പറയുന്നത്. പക്ഷെ ഞങ്ങളുടെ സാലോൺ കെപ്പല്ലോ, അവിടെയാണ് ഇപ്പൊ എന്റെ ബ്യൂട്ടീന്റെ എല്ലാ സംഭവങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു പ്രോപ്പർ ആയിട്ട് ഫേഷ്യൽസ്, സ്പാ, മസാജ്, പോളിഷിംഗ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ സൗന്ദര്യം പോകുമെന്നാണ് എനിക്കിപ്പം തോന്നുന്നത്. ഒരു ബ്യൂട്ടി ടിപ്പ് പറഞ്ഞു കൊടുക്കാൻ, നമ്മൾ കാണുന്ന പെൺകുട്ടികൾക്ക് ഒരു ബ്യൂട്ടി ടിപ്പ് പറഞ്ഞു കൊടുക്കാൻ പ്രോപ്പർ ആയിട്ട് എന്താ പറയാ, വെൽ ഗ്രൂം ചെയ്തുകൊണ്ടിരിക്കുക എല്ലാ മാസം. അത് ഹെയറിനായാലും ഫേസിനായാലും ബോഡിക്കായാലും എല്ലാം ചെയ്യുക. കാരണം നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ ബോഡിയും നിങ്ങളുടെ സൗന്ദര്യവും ഇതൊക്കെ ഉണ്ടാവുള്ളൂ. ശരി, ഒരു ക്വസ്റ്റ്യൻ അടുത്തത്. ഒരു മൂവിയില് ലാലേട്ടന്റെ അനിയത്തിയുടെ റോളുണ്ട്. അതേ മൂവിയിൽ തന്നെ ലാലേട്ടന്റെ നായികയുടെ റോളും ഉണ്ട്. പക്ഷെ ഈ അനിയത്തിയുടെ റോളിനാണ് ലാലേട്ടന്റെ കൂടെയുള്ള കോമ്പിനേഷൻ സീൻ കൂടുതലുള്ളത്. ശരൺ ഏത് സെലക്ട്? ശരി, 1971 ബിയോണ്ട് ദ ബോർഡേഴ്സ് എന്ന് പറഞ്ഞ മൂവി കണ്ടിരുന്നോ? അപ്പൊ ഈ ചോദ്യം വരില്ലായിരുന്നു. 1971 ബിയോണ്ട് ദ ബോർഡേഴ്സ് മേജർ രവിയുടെ പടമാണ്.
അതിനകത്ത് എന്റെ ആദ്യത്തെ പടമാണ് ലാലേട്ടന്റെ കൂടെ. അപ്പൊ അതിനകത്ത് മേജർ സർ ഇപ്പം കാണുന്നുണ്ടെങ്കിൽ സർ മേജർ സർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനകത്ത് മറ്റേ അല്ലു സീരീസിന്റെ കൂടെ എനിക്ക് ഒരു സോങ് ഉണ്ട് പുള്ളിക്കാരന്റെ കാമുകിയായിട്ട്. പിന്നെ രണ്ടാമതുള്ള ഒരു റോൾ എന്ന് പറഞ്ഞാൽ ലാലേട്ടന്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു നഴ്സിന്റെ റോളാണ്. ഏത് വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സെലക്ട് ചെയ്തത് ലാലേട്ടന്റെ കൂടെ ഒരു കോമ്പിനേഷൻ സീനാണ്. ചോദ്യം അസാധുവാക്കി സ്വന്തമായിട്ട് ഗൂഗിൾ ചെയ്ത് നോക്കാറുണ്ടോ? ഇത് നമ്മൾ എന്തോ ഇന്ന് നോക്കിയില്ല, ഇഷ്ടംപോലെ അല്ല അത്യാവശ്യം നോക്കാറുണ്ട്. എന്താണ് സംഭവം നടക്കുന്നത്, എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, എന്തൊക്കെയാ ലൈവ് നോക്കാറുണ്ട്. പരസ്യമായി ആരെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടോ? ഇഷ്ടം പോലെ. ഇപ്പം ഏതെങ്കിലും ഒരാള് ഫിഗറിനെ വെച്ചിട്ട് എന്തെങ്കിലും കമന്റ് പറഞ്ഞാൽ എനിക്ക് സഹിക്കില്ല. അതുപോലെ തന്നെ പേരൻസിനെ എന്തെങ്കിലും വെച്ച് തെറി വിളിച്ചോ അല്ലെങ്കിൽ സംസാരിച്ചിട്ട് എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ട് പോയാൽ ഞാൻ വെച്ചേക്കത്തില്ല. പിന്നെ ഞാൻ വിളിച്ചതിന്റെ കാര്യം അതോ പോയിട്ടുണ്ട്, കാരണം ഞാൻ അടിച്ചിട്ടുണ്ട്. ഞാൻ ലൈവായിട്ട് അടിച്ചിട്ടുണ്ട്. അത് കേരളത്തിലല്ല, ബിക്കോസ് അത് നോർത്തിലായിരുന്നു. കാരണം പേരൻസിനെ പറയാൻ പുള്ളിക്ക് എന്താ അധികാരം ഇരിക്കുന്നത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു തീർക്കുക. അല്ല എന്റെ പേരൻസിനെ വെച്ചിട്ട് തെറി വിളിക്കാൻ ഒരു അധികാരം ഇല്ല. ചന്ദ്രനിൽ പോകാൻ ഒരു അവസരം കിട്ടുന്നു, പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റത്തില്ല. പക്ഷെ അങ്ങനെ പോകുന്ന സമയത്ത് ഇവിടുന്ന് ഒരു സെലിബ്രിറ്റിയെ, മലയാള ഇൻഡസ്ട്രിയിൽ ഒരു സെലിബ്രിറ്റിയെ കൂടെ കൊണ്ടുപോകാൻ അവസരം കിട്ടിയാൽ ആരെ കൊണ്ടുപോകും? ഞാൻ ഒത്തിരി പേരുണ്ട്. ഞാൻ എങ്ങനെ ശരണ്യക്ക് മാത്രം. എനിക്ക് ചന്ദ്രനെ പോയി സംസാരിക്കുന്ന രീതിയിൽ എനിക്ക് കുറെ സംസാരിക്കാനുണ്ട്. അപ്പൊ എനിക്ക് സിനിമനെ പറ്റി കുറെ സംസാരിക്കണം. രണ്ട് വ്യക്തിയാണ്. പക്ഷെ ഒരു 3 ഓപ്ഷൻ തരുമോ? ശരി, 3. അല്ല, 2 മെയിലും 2 ഫീമെയിലും പറയാം. ഒന്ന് ഞാൻ മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് കൊണ്ടുപോകുന്നത്, ഒന്ന് ലാലേട്ടൻ, ഒന്ന് മമ്മൂക്ക. കാരണം പറയാം, ലാലേട്ടനും മമ്മൂക്കും കിട്ടിയിരിക്കുന്ന ജീവിതത്തിലെ എക്സ്പീരിയൻസ് അത് ചന്ദ്രനിൽ പോയി തിരിച്ചു വന്നില്ലെങ്കിൽ കുഴപ്പമില്ല. ജീവിതം മൊത്തം അവിടെ കേട്ട് തീർന്നോളും. പിന്നെ മഞ്ജു വാര്യർ, മഞ്ജു ചേച്ചി, പിന്നെ എനിക്ക് ഇഷ്ടമാണ്. കാരണം ഇപ്പൊ സൂപ്പർ സ്റ്റാർ, അങ്ങനെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് ഇത്രമാത്രം കഷ്ടപ്പെട്ടിട്ടായിരിക്കും അത് ആയിട്ടുണ്ടാവും. അപ്പം കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് മാത്രമല്ല മഞ്ജു ചേച്ചിയുടെ പറയാതിരിക്കാൻ വരിക കുറെ ഉണ്ടാവും. സോ എനിക്ക് പഠിക്കാൻ വേണ്ടി ഞാൻ എന്തായാലും 4 വരെ കൊണ്ടുപോകും. ഒരു കോസ്മെറ്റിക് സർജറി ചെയ്യുകയാണെന്ന് വിചാരിച്ചു. അപ്പം അതിനകത്ത് അങ്ങനെ ചെയ്യാൻ ഒരു അവസരം കിട്ടിയാൽ എന്തായിരിക്കും ചെയ്യുന്നത്? ആക്ച്വലി എനിക്ക് വലിയ ക്രേസ് ഒന്നും ഇല്ല. കാരണം ഞാൻ ഗോഡ് ഗിഫ്റ്റ് എന്തുകൊണ്ട് അതിൽ ഹാപ്പി ആവുന്ന ഒരാളാണ്. പക്ഷെ ചെയ്യാനുണ്ടെങ്കിൽ 2 കാര്യങ്ങളായിരിക്കും ഞാൻ ചെയ്യുക. ഒന്ന്, എന്റെ മൂക്കൊന്ന് ശരിയാക്കുമായിരിക്കും. വലിയ പ്രശ്നമില്ല, എന്നാലും ഒരു മൂക്ക് ചിലപ്പോ ഞാൻ ഒരു ഷേപ്പ് ഇവിടെ എന്തെങ്കിലും ഒരു സംഭവം ചെയ്യുമായിരിക്കും. ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം, എനിക്ക് വല്ല നിർബന്ധമൊന്നുമില്ല. 3 സാധനം ചെയ്യാം. പിന്നെ ഒന്ന് ചിലപ്പോൾ കുറച്ചും കൂടി ടോൺ ഒന്ന് വെളുപ്പിക്കാം. പിന്നെ ഒരു ഇവിടെ എന്തെങ്കിലും ഒരു ക്ലിപ്പിംഗ് എന്തെങ്കിലും ചെയ്യുമായിരിക്കും. ഈ 3 എണ്ണം ചെയ്താൽ മതിയല്ലോ. ഇനി വല്ലതും ചെയ്യണോ? ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്യാം. ഇത്രേ ഉള്ളൂ. ഈ പരിപാടി ഇത്രേ ഉള്ളൂ. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഉത്തരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു പാട്ടോ? പാടുവോ? പാട്ടൊന്നും വല്ലതായിട്ട് പാടില്ലാന്നേ. വല്ലതായിട്ട് പാട്ടൊന്നുമില്ല. വേറെ എന്തെങ്കിലും ഫോൺ എടുത്ത് നമുക്കൊരു വാട്ട്സ് ഇൻ യുവർ ഫോൺ നോക്കാം. അല്ലാതെ എന്തൊക്കെ സീക്രട്സ് ഉണ്ടെന്ന് നമുക്കറിയാലോ. ശരണ്യയുടെ ഫോണിനുള്ളിൽ എന്താണ്? അതോടുകൂടി ഈ സെഗ്മെന്റ് അവസാനിക്കുന്നതാണ്. ശരിക്കും ശരണ്യക്ക് 2 ഫോൺ ഉണ്ട്. തൽക്കാലത്തേക്ക് ഒരു ഫോൺ എടുത്ത് നമ്മള് തൃപ്തിപ്പെടുകയാണ്. ശരി, ഞങ്ങൾക്ക് വാൾപേപ്പർ കാണാമായിരുന്നു. എന്റെ വാൾപേപ്പർ പ്രത്യേകിച്ച് ഒന്നുമില്ല. സിമ്പിൾ ആണ്. വെരി സിമ്പിൾ. ഒരു ഫോട്ടോ മനീഷേട്ടന്റെ ഫോട്ടോ. ഇത് എന്താണെന്നറിയാമോ? മനീഷേട്ടന്റെ ഫോട്ടോ ഞാൻ വെച്ച് ഞാൻ ഓഫ് ചെയ്യും, ഓൺ ചെയ്യും, എല്ലാരും മനീഷേട്ടനെ കാണും. എനിക്ക് ഇഷ്ടമല്ല. മനീഷേട്ടൻ എന്റെ ഹൃദയത്തിൽ മാത്രം ഇരുന്നാൽ മതി. കുറച്ച് പോസസീവ് ആണോ എന്നൊരു സംശയം. പക്ഷെ മനുഷ്യത്തിന് ഒട്ടും പോസസീവ് അല്ല. അപ്പം പിന്നെ ഒരാളെങ്കിലും പോസസീവ് ആയിരിക്കണ്ടേ? ഈ ഒരു ഉത്തരം എന്നെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുന്നു. ലാസ്റ്റ് ഗൂഗിൾ സെർച്ച് എന്താ? അയ്യോ, അതെന്തായിരിക്കും?
ഞാൻ ഉടനെ നോക്കത്തില്ല, ഞാൻ സത്യം അല്ല, ആയതുകൊണ്ട് ഗൂഗിൾ സെർച്ച് ഗൂഗിളെ ഹേ സീരീസ് ഷോ മീ മൈ ഗൂഗിൾ. Okay, I found this on the web for Show Me My Google. Check it out. ഞാൻ വലുതായിട്ട് സെർച്ച് ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്തിട്ടില്ല. ഇല്ല, എന്നാലും ഞാൻ നോക്കാം. ഹിസ്റ്ററി എവിടെ പോയി കിടക്കുന്നത്? ശരണ്യന്റെ ഹിസ്റ്ററി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അടുത്തൊന്നും ഗൂഗിൾ ഉപയോഗിച്ചൊരു വലുതായിട്ട് ഉപയോഗിച്ചിട്ടില്ല. ഗൂഗിൾ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. മറ്റേ ഫോണിൽ ഉപയോഗിച്ചിട്ടുണ്ടാവും, എന്നാലും ഇതിനകത്ത് എന്തായാലും ഉപയോഗിച്ചിട്ടില്ല. ഓക്കെ, ലാസ്റ്റ് കോൾ ആരുടെയാ അതൊന്ന് പറയാമോ? ഓഫ് കോഴ്സ് അതിന്റെ ചേട്ടന്റെ തന്നെ ആയിരിക്കും. ഈ ഇതിനകത്ത് സോറി മിസ് കോളിൽ കിടക്കണം, എന്റെ ചേട്ടൻ തന്നെയായിരുന്നു ലാസ്റ്റ് വിളിച്ചേക്കുന്നത്. ഓക്കെ, ലാസ്റ്റ് മെസ്സേജ് അയച്ചേക്കുന്ന ആർക്കാ വാട്സാപ്പില്? അത് എന്റെ ചേട്ടൻ ചേട്ടൻ തന്നെയാണ്. ചേട്ടൻ കുട്ടിയാ കേട്ടോ. ഒരു ചേട്ടന്റെ ഒരു വാട്സാപ്പിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഇമോജി ഏതാ? ചാറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ഇപ്പം കൊടുത്തോണ്ട് ഈയിടെ പണ്ടൊന്നും ഉപയോഗിക്കാതെ ഇരുന്ന ഒരു സംഭവമാണ് ഹൃദയം. ഹൃദയം എല്ലാം കിസസും ഹൃദയം ഹൃദയം മാത്രമേ ഉള്ളൂ. ഇപ്പം തന്നെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. എന്ത് ഹൃദയം ഹൃദയം കിടന്ന് തുടിക്കുന്നു, അത്രയേ ഉള്ളൂ. ശരി, ഈ ഫോണിൽ എടുത്ത ലാസ്റ്റ് സെൽഫി ഒന്ന് കാണിച്ചു തരാമോ? സെൽഫി അത് കാണുമല്ലോ, ഒരു ഗൂഗിളിൽ സെർച്ച് ചെയ്ത പോലെ ആവൂ. ലാസ്റ്റ് എടുത്ത സെൽഫി ഫോട്ടോ അല്ലേ? നമ്മുടെ പ്രേക്ഷകർക്ക് എക്സ്ക്ലൂസീവ്ലി ശരണ്യ ആനന്ദിന്റെ ഒരു സെൽഫി കാണാനുള്ള അവസരമാണ് ഇപ്പോൾ ഒരുക്കുന്നത്. ലാസ്റ്റ് എടുത്തിന്റെ ഒരു ഫോട്ടോഷൂട്ടിന്റെ സെൽഫിയാണ്, പക്ഷെ എല്ലാം വീഡിയോ പോലെ എടുക്കുന്നത്, ഫോട്ടോ അല്ലേ വേണ്ടത്. എന്റെ അടുത്ത് വാട്സ്ആപ്പിൽ ഫോൺ ചെയ്ത് എന്നെ പറഞ്ഞാൽ മതി. ശരി ശരി, ഞാൻ കാണിച്ചുതരാം. ഒരു ഫോട്ടോസ് ആയിരിക്കണം, പക്ഷെ ഞങ്ങളുടെ ഫോട്ടോസ് ഭയങ്കര കുറവാണ്. സെൽഫി എടുക്കാറില്ല, ഞാൻ കൂടുതലും വീഡിയോസ് എടുക്കുന്നത്. ഞാൻ എന്നാലും കാണിച്ചുതരാം എന്തോളം. ഇതാണ് ലാസ്റ്റ് ഫോട്ടോ, എനിക്ക് കാണിച്ചുതരാം. നല്ലതല്ലെങ്കിൽ അവിടെ അത് ഫിൽട്ടർ ചെയ്യാൻ പോയി. ഇല്ല ഫിൽട്ടർ അല്ല, ഇതാണ് സംഭവം. ഇതാണ് ഞാൻ എടുത്തത്. കൊള്ളാം. ഇതാണ് അടുത്ത എപ്പിസോഡ് കാണിക്കത്തില്ല. ഓക്കെ, ശരി. വാട്സാപ്പിലെ ബ്ലോക്ക് ലിസ്റ്റിൽ എത്ര പേരുണ്ട്? വാട്സാപ്പിൽ ബ്ലോക്ക് ലിസ്റ്റില് ബ്ലോക്ക് ലിസ്റ്റ് ഉണ്ടോ? ഞാൻ അങ്ങനെ വലുതായിട്ട് ബ്ലോക്ക് കാര്യം ചെയ്യാറില്ല, പക്ഷെ ഇതിനകത്ത് അങ്ങനെ വലുതായിട്ടൊന്നും ഉണ്ടാവില്ല. ഞാൻ അങ്ങനെ ആരുടെയും ഹൃദയം അങ്ങനെ വലുതായിട്ട് പൊട്ടിക്കാറില്ല. ഇനി എനിക്ക് അത്രയ്ക്കും സഹിക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ഒഴിവാക്കും. എന്റെ മനസ്സിൽ നിന്ന് തന്നെ അവര് ബ്ലോക്ക് ആയി. നെഗറ്റിവിറ്റി എല്ലാം ഞാൻ അങ്ങനെ ഒരു വർഷത്തെ നെഗറ്റിവിറ്റി എല്ലാം കളയാറുള്ള ആളാണ്. അതെങ്ങനെയാ? അത് റബ്ബർ എടുത്ത് നമ്മുടെ മനസ്സിൽ റബ്ബർ എടുത്ത് സങ്കല്പിച്ച് ഞാൻ അങ്ങനത്തെ വ്യക്തിനെ എന്റെ ലൈഫിലേ കണ്ടിട്ടില്ല. കളഞ്ഞു. അപ്പം നോക്കുമ്പോ അവര് കാണുമ്പോൾ എനിക്കൊരു പരിചയമില്ല. അത്രയേ എന്തായാലും സ്വന്തം നാട്ടുകാരിയല്ലേ, കുറച്ചും കൂടി തീർച്ചയായിട്ടും. എന്തായാലും ഒത്തിരി സന്തോഷം, ഒരുപാട് നന്മകളും വിജയങ്ങളും ഒക്കെ ഉണ്ടാവട്ടെ. മുമ്പേ പറഞ്ഞ പോലെ ആ കയ്യിലെ ആ നാഷണൽ അവാർഡ് അത് ഉണ്ടാവട്ടെ കേട്ടോ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.